സത്യമാണ് വക്കീലേ. ഞാൻ അവനെ അവൾക്കങ്ങ് വിട്ടുകൊടുക്കണമായിരുന്നു. പക്ഷേ എന്റെ കയ്യിൽ നിന്ന് ഭാഗ്യക്കേടുകൊണ്ട് നഷ്ടമായി പോയത് അവളുടെ കഴിവ് കൊണ്ടാണെന്നുള്ളൊരു അഹങ്കാരം മിസ്സസ് മാളവികയ്ക്കുണ്ടായിരുന്നു. സ്വതവേ അഹങ്കാരി എന്നുള്ള ചീത്തപ്പേരുള്ള എനിക്ക് മറ്റൊരാളുടെ അഹങ്കാരം സഹിക്കാൻ കഴിയാവുന്ന പോലെ അപ്പുറമാണെന്ന് വക്കീലിന് ഇതിനകം തന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ആ ചീട്ട് ആർക്കും ഇല്ലാതങ്ങ് കീറിക്കളഞ്ഞേക്കാമെന്ന് തീരുമാനിച്ചത്. നന്നായി. ആ ഒരു ഈഗോ കൊണ്ട് നശിച്ചത് മാളവികയുടെ ജീവിതം മാത്രമല്ല, ഒരു കാലത്ത് ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു എന്ന് അവകാശപ്പെടുന്ന ജോബിന്റെയും അയാളുടെ അമ്മയുടെയും പിന്നെ മാളവികയുടെയും പാരന്റ്സിന്റെയും ഒക്കെയാ. വക്കീലിനെ തെറ്റി. ലിസ്റ്റ് ഇൻകംപ്ലീറ്റ് ആണ്. അവളുടെ മാത്രമല്ല, അവളുടെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ അപ്പു. അപ്പുവിന്റെയും അവന്റെ ഫാമിലിയുടെയും കൂടി ലിസ്റ്റ് ഉൾപ്പെടുത്തണം. എന്നാലേ ഒരുവിധ ആൾക്കാരുടെ എണ്ണം പൂർത്തിയായെന്ന് പറയാൻ പറ്റൂ. ജോബിന്റെ ജീവിതത്തിൽ നിന്ന് വാഷ് ഔട്ട് ആവണമെന്ന് പറഞ്ഞ് അപ്പുവിന്റെ അച്ഛൻ എന്നെ വന്ന് കണ്ടിരുന്നു. ആ വരവ് എനിക്ക് അത്ര സുഖിച്ചില്ല കേട്ടോ. അതുകൊണ്ടാ ഞാൻ പ്രഗ്നൻസി എടുത്തിട്ട് അല്പം നാടകം കളിച്ചത്. പക്ഷെ ആ നാടകത്തിന് ഇത്രയും ഇമ്പാക്ട് ഉണ്ടാവുമെന്ന് സത്യത്തിൽ ഞാൻ പോലും കരുതിയില്ല. ശരിക്കും അവന്റെ മമ്മി ഇത് പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാനോ, അവന് വെച്ച കെണിയില് പാവ അമ്മച്ചി കൂടി വന്ന് പെട്ടു. ഡോക്ടർ അലീന പ്രൊഫഷനിൽ നല്ല എഫിഷ്യന്റ് ആണെന്ന് എനിക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ പ്രൊഫഷനിലെ അമ്മയ്ക്ക് അധിക നാൾ ഇനി തുടർന്നു പോകാൻ പറ്റില്ല. അതെന്താ വക്കീൽ അങ്ങനെ പറഞ്ഞത്? അല്ല, ഇതുപോലുള്ള സൈക്കോപാത്തുകൾ എപ്പോഴായാലും അവരുടെ പ്രൊഫഷനോട് നീതികേട് കാണിക്കേണ്ടി വരും. ഇത്ര തുടക്കത്തിൽ അലീനയിൽ അതിന്റെ ലക്ഷണങ്ങൾ ഉള്ളതുകൊണ്ട് യു ബെറ്റർ കൺസൾട്ട് എ സൈക്കാട്രിസ്റ്റ്. ഗുണം ചെയ്യും. ഡേസി അല്ലേ? ചേട്ടാ, വണ്ടി ഒന്ന് തിരിച്ചേ. ദേ ആ നിൽക്കുന്ന സ്ത്രീയുടെ അടുത്തേക്ക്. ഇപ്പൊ വരാമേ. ഡേസി, ഡേസി, എന്തു പറ്റി? ഗീതയോ? ഗീത എന്താ ഇവിടെ? ഞാനൊരു റിസപ്ഷൻ വർക്കിന് പോയിട്ട് വരിക. എന്തു പറ്റി? ആകെ വല്ലാതിരിക്കുന്നു. ഒന്നുമില്ല. പെട്ടെന്ന് തല ചുറ്റുന്ന പോലെ തോന്നി. ഹോസ്പിറ്റലെല്ലാം പോണോ? വേണ്ട. ബാഗിൽ വെള്ളം ഇരിപ്പുണ്ടോ ഗീത? എനിക്കല്പം വെള്ളം കുടിക്കണം. എന്താ ഡേസി? ഡേസി എവിടെ പോയിട്ട് വരിക? ഞാൻ ഇവിടെ ഒരാളെ കാണാൻ വേണ്ടി പോയതാ. അവിടുന്ന് ഇറങ്ങിയപ്പോ പെട്ടെന്ന് എന്തോ തല ചുറ്റുന്നത് പോലെ തോന്നി. ഗീത വന്നത് നന്നായി. എങ്കിൽ ഡേസി വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട, ഗീത പൊയ്ക്കോളൂ. ഞാൻ വീട്ടിലേക്ക് പൊയ്ക്കോളാം. എന്തായാലും ഞാൻ ഡേസി തനിച്ചു വിടില്ല. ഡേസി വന്നേ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. വേണ്ട ഗീത, ഞാൻ പൊയ്ക്കോളാം. അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഡേസി ഇങ്ങോട്ട് വന്നേ. വന്നേ. പതുക്കെ. ചേട്ടാ, നേരെ പോവാം. എന്നെ പറ്റി ഡേസമ്മ? എന്നതാ നിനക്ക് പറ്റിയത്? പേടിക്കാനൊന്നുമില്ല അമ്മച്ചി. ഡേസിക്ക് ഒരു തലചുറ്റല്. അയ്യോ, ഭാഗ്യത്തിന് ഞാൻ ആ വഴിക്ക് വന്നപ്പോ കണ്ടു, അത്രേ ഉള്ളൂ. അമ്മച്ചി, ഇത് ഗീത, അപ്പുവിന്റെ അമ്മയാ. ഓ, അത് ശരി. എന്നാ ഇവക്ക് പറ്റിയത്? ഒന്നുമില്ല അമ്മച്ചി, ഒരു തലചുറ്റല്, അത്രേ ഉള്ളൂ. എങ്ങോട്ടാ എന്നാത്തിനൊന്നും പറയാതെ രാവിലെ ഇവിടുന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ, എവിടെ പോവുകയാണെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോവാൻ. ദാ വരുന്നു എന്നും പറഞ്ഞൊരൊറ്റ പോക്ക. എവിടെയെങ്കിലും വീണ് കിടന്നാലേ ഒന്ന് ഓടി വരാൻ പോലും ഇവിടെ ആരും ഇല്ല. അത് ഓർമ്മ വേണം.
അമ്മച്ചി പോയി ഒരു കാപ്പിയോ ചായയോ എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ട് വരുമോ? ആ എന്താ ഡേസി, എന്താ പറ്റിയത്? ഡേസി എവിടെ പോയിട്ട് വരികയായിരുന്നു? ഗീത, ഞാൻ ആ കുട്ടിയൊന്ന് കാണാൻ പോയതാ, അലീനെ. പക്ഷെ ഇപ്പൊ തോന്നുന്നു അത് വേണ്ടിയിരുന്നില്ല എന്ന്. ഗീത, നമ്മൾ ആരും ഉദ്ദേശിക്കുന്നത് പോലെ അല്ല കാര്യങ്ങള്. ജോബിന് ഇനി ഒരിക്കലും ആ കുട്ടിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ഡേസി ഇപ്പൊ അതേക്കുറിച്ച് ഒന്നും ആലോചിക്കണ്ട. ഇപ്പൊ കുറച്ചു നേരം ശാന്തമായിട്ട് കിടന്ന് ഉറങ്ങ്. ഉറക്കം വരില്ല ഗീത, ഉറക്കം വരില്ല എനിക്ക്. ഇനി ഒരിക്കലും ജോബിനും മാളുവും തമ്മിൽ ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. ജീസസ്, ഇനി ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയൊന്നും ആവില്ല ഡേസി. എല്ലാ പ്രശ്നങ്ങളും നമ്മൾ രമ്യമായിട്ട് പരിഹരിക്കും. ഡേസി ഇപ്പൊ സമാധാനമായിട്ടിരിക്കുക. ദാ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ കടിഞ്ചായ. ഇത് മതിയോ നിനക്ക്? കുടിക്ക്. ഉള്ളി ചെല്ലുമ്പോൾ ഒരു ആശ്വാസം കിട്ടും. ഹലോ വി പി. ഗീത, താനിത് എവിടെയാ? വി പി, ഞാനിപ്പോ നമ്മുടെ ഡേസിയുടെ വീട്ടിലാ. ഡേസിയുടെ വീട്ടിലോ? എന്താ താനവിടെ? ഞാനൊരു റിസപ്ഷൻ കഴിഞ്ഞ് പോരുമ്പോ വഴി വെച്ച് ഡേസിയെ കണ്ടു. ഡേസി വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഗീത? അങ്ങനെ വലിയ കുഴപ്പമൊന്നും പറയാനില്ല, എങ്കിലും ആള് നല്ല ടയേർഡായിരുന്നു. ഞാൻ എന്തായാലും വന്ന വണ്ടി തന്നെ വീട്ടിലാക്കി. എന്നിട്ട് ഇപ്പൊ ഡേസിക്ക് എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ല, റെസ്റ്റ് എടുക്കുക. ഡേസിയുടെ മനസ്സിൽ എന്തോ ഉണ്ട് വി പി. അങ്ങനെ വല്ലതും ഡേസി പറഞ്ഞോ? എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ ഇപ്പൊ അതിന് പറ്റിയ മൂഡിലല്ല. ഞാൻ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുക. ഞാനിപ്പോ അങ്ങോട്ട് വരണോ? വേണ്ട വി പി, ഡേസി ഒന്ന് മയങ്ങി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താൻ വിളിക്കേ. ശരി വി പി. അപ്പോ നീ എന്താ ഇവിടെ? ഞാൻ നന്നാവാൻ തീരുമാനിച്ചു. അന്ന് പറഞ്ഞില്ലേ ഞാൻ PG ചെയ്യാൻ തീരുമാനിച്ചു. അതിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വന്നതാ. അല്ല, നീ എവിടെ പോയിട്ട് വന്നതാ? ഞാൻ എക്സാം ഫീ അടയ്ക്കാൻ വന്നതാ. പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള്? എന്ത് വിശേഷങ്ങള്? പ്രത്യേകിച്ചൊന്നുമില്ല. നീ എന്നെ ഒഴിവാക്കുകയാണല്ലേ? അപ്പോ ഒഴിവാക്കുകയല്ല, എല്ലാത്തിൽ നിന്നും ഞാൻ സ്വയം ഒഴിവാകുകയാ. അതാ നല്ലതെന്ന് തോന്നി. നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ഇല്ല, ഒട്ടുമില്ല. പക്ഷേ നിന്റെ കാര്യം ഓർത്ത് എനിക്ക് സങ്കടമുണ്ട് മാളു. ആവശ്യമില്ലാത്ത പിടിവാശിയുടെ മേൽ നീ ഇല്ലാതാക്കാൻ നോക്കുന്നതേ നിന്റെ മാത്രം ജീവിതമല്ല, മറ്റു പലരുടെയും കൂടിയാ. എന്താ നീ ചിരിച്ചു കളഞ്ഞത്? ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഏയ്, ഒന്നുമില്ല. അപ്പോ ഞാൻ സിൻസിയറായിട്ടൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? നീ ഇതിന് ഒരു പുരുഷന്റെ മനസ്സോടുകൂടിയല്ല മറുപടി പറയേണ്ടത്. എന്റെ സ്ഥാനത്ത് നിന്ന് ഒരു പെണ്ണിന്റെ മനസ്സോട് ചിന്തിച്ചിട്ട് വേണം എനിക്ക് ഉത്തരം നൽകാൻ. എന്റെ സ്ഥാനത്ത് നീയാണെന്ന് വിചാരിക്കുക. സ്വന്തം ഭാര്യയും അമ്മയും കളവ് പറഞ്ഞ് പറ്റിച്ചിട്ട് ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഭർത്താവിനോട് എന്തായിരിക്കും നിന്റെ ആറ്റിറ്റ്യൂഡ്? നീ അയാളോട് ക്ഷമിക്കാൻ തയ്യാറാവോ? നിന്റെ ചോദ്യത്തിന്റെ ഇന്റൻഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് നമ്മൾ കാണുന്ന പലരുടെയും ജീവിതം ഒരു അഡ്ജസ്റ്റ്മെന്റാ. ഐ മീൻ, ഒരു പകുതിയിലേറെ പേരും ഒന്നുകിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇതുപോലൊരു വിവാഹേതര ബന്ധത്തിൽ കുടുങ്ങിപ്പോയവരോ പിടിക്കപ്പെട്ടവരോ ഒക്കെ ആയിരിക്കും. അവരെപ്പോഴും ഒരു കൂരയ്ക്കുള്ളിൽ അവരവരുടെ റോളിൽ ഭംഗിയായിട്ട് ജീവിക്കുന്നുണ്ട്. ഒന്നുകിൽ അവരുടെ സോഷ്യൽ സ്റ്റേറ്റസിനെ ഭയന്ന്, അല്ലെങ്കിൽ മക്കളെ ഓർത്ത് പരസ്പരം ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നുണ്ട്. ഇവിടെ നീ അങ്ങനെ വേണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ജീവിതത്തിൽ ശരിയുത്തരം മാത്രം എഴുതി പോകുന്നവർ വളരെ വിരളമാണ്. ഇടയ്ക്കൊന്ന് തെറ്റിയാലും അത് കറക്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സാണ് പ്രധാനം. ശരിയാ, നീ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. വളരെ കുറച്ചു പേരെ ഉള്ളായിരിക്കും ഈ ശരിയുത്തരം എഴുതിയ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബാക്കിയുള്ളവർക്ക് തെറ്റുകൾ പറ്റുന്നുണ്ടാവാം, തിരുത്തപ്പെടുന്നുണ്ടാവാം. പിന്നീട് അവരത് പാച്ചപ്പ് ചെയ്ത് പഴയ ജീവിതം നയിക്കുന്നുണ്ടാവാം. പക്ഷെ എപ്പോഴെങ്കിലും പിന്നെ അവർക്ക് സത്യസന്ധരാവാൻ പറ്റുമോ?
അറ്റ്ലീസ്റ്റ് അവരോടെങ്കിലും. പിന്നെ ജീവിക്കാം, അല്ല ജീവിക്കുന്നതായി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താം. അതല്ലേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. പിന്നെ സ്വയം ബോധ്യപ്പെട്ടും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയും ജീവിക്കാം. ഞാനും അതിന് തയ്യാറാവുമായിരുന്നു. അപ്പോ എന്നെ സംബന്ധിച്ച് ഡോക്ടറുടെ ആ റിലേഷൻഷിപ്പ് ഒരുപക്ഷെ ക്ഷമിക്കാൻ എനിക്ക് കഴിഞ്ഞേക്കും. പക്ഷെ എന്നെ ഏറെ വേദനിപ്പിച്ചത് അയാള് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയതാ. ജയിക്കാനാണെങ്കിലും ഡോക്ടർ ജോബിനിൽ നിന്ന് ഞാനത് പ്രതീക്ഷിച്ചില്ല. സംശയം എല്ലാവരിലും ഉണ്ട് മാളു. ഡോക്ടർ അത് തുറന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. മറ്റുള്ളവര് അത് മനസ്സിൽ സൂക്ഷിക്കുന്നു. അധികം താമസിയാതെ അതൊരു വലിയ സ്ഫോടനമാവുന്ന എല്ലാവരും ഭയക്കുന്നുണ്ട്. അതുണ്ടാവാതിരിക്കാൻ എല്ലാവരും മുൻകരുതലെടുക്കുക. BP വീണ്ടും പഴയ ഐഡിയ പൊടിതട്ടി എടുത്തിട്ടുണ്ട്. എന്താ അത്? പണ്ട് മുരളിയങ്കളും അങ്ങനെയൊന്നും ആലോചിച്ചതല്ലേ, വീടും പ്രോപ്പർട്ടിയും കാലിയാക്കി ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യം. ഇപ്പോ BP അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. ചിലപ്പോ വൈകാതെ അങ്ങനെയൊന്നും ഞങ്ങളുടെ കാര്യത്തിൽ സംഭവിച്ചേക്കും. നീ എന്താ പറഞ്ഞു വരുന്നത്? VP അങ്കിള് വീട് സ്ഥലവും വിട്ടു പോവാന്നോ? ആ, അങ്ങനെ ഒരു ആലോചനയല്ലേ ഇപ്പൊ VP. അമ്മ എന്നോട് അതേപ്പറ്റി സൂചിപ്പിച്ചിരുന്നു. അതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ VP അത് കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഞാൻ ഇനി അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കില്ല മാളും. ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിൽ നിന്നും ഞാൻ സ്വയം പിന്മാറുക. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹത്തിന് വഴങ്ങി തന്നവരവര്. അതുകൊണ്ട് തന്നെ എനിക്കിനി ഒരു കാര്യത്തിൽ അവരെ വേദനിപ്പിക്കാൻ പറ്റില്ല. നോ, അത് സമ്മതിക്കരുതപ്പോ പ്ലീസ്. നിങ്ങളെ ഞാൻ എവിടെയും പോകാൻ സമ്മതിക്കില്ല. നമ്മുടെ സമ്മതം ഇപ്പം നമ്മുടെ വീട്ടുകാർക്ക് ആവശ്യമില്ല മാളു. അത് നീ ആദ്യം മനസ്സിലാക്കുക. ശരി, നിന്റെ കാര്യം നടക്കട്ടെ, ഞാൻ പോവാ. ഇല്ല ഡേസി, ഡേസി ഭയപ്പെടും പോലെ അങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടേ ഇല്ല. അതെനിക്ക് ഉറപ്പു പറയാൻ പറ്റും. VPയോടാണ് അലീന ഈ കാര്യം ആദ്യമായിട്ട് പറയുന്നത്. സ്വാഭാവികമായിട്ടും BP അത് സത്യമാണെന്ന് വിശ്വസിച്ചു. പക്ഷെ ഞാൻ ഈ കാര്യം അപ്പുവിനോട് പറഞ്ഞപ്പോ തന്നെ അങ്ങനെ ഒരു സാധ്യതയില്ലെന്ന് അപ്പു എന്നോട് പറഞ്ഞിരുന്നു. ജോബിനെ മനഃപൂർവ്വം ട്രാപ്പിലാക്കാൻ വേണ്ടി അലീന നടത്തിയ ഒരു ഗൂഢാലോചനയാണെന്നാ അപ്പു എന്നോട് പറഞ്ഞത്. മാത്രമല്ല, അപ്പു ആ സംശയം ജോബിനോട് നേരിട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യുകയും ചെയ്തു. ഒരിക്കൽ പോലും അവര് തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടില്ലെന്ന് ജോബിന് അപ്പുവിന് ഉറപ്പ് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അലീനയുടെ ഈ ആരോപണം ബേസ്ലെസ് ആയ കാര്യമാണെന്ന്. എന്താ, ഞാൻ പറഞ്ഞത് ഡേസിക്ക് വിശ്വാസമായില്ലേ? എങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഇക്കാര്യം ജോബിനെ നേരിട്ട് വിളിച്ച് അന്വേഷിക്കാമല്ലോ. ജോബിൻ പറഞ്ഞ ഡേസിക്ക് വിശ്വാസമാവുമല്ലോ. അതെങ്ങനാ? സ്വന്തം മോനെ ശത്രുപക്ഷത്തല്ലേ ഇവള് കണ്ടേക്കുന്നേ? പിന്നെങ്ങനാ അവൻ പറയുന്ന ഇവക്ക് വിശ്വാസമാവുന്നേ? ഡേസമോ, കണ്ട പെണ്ണുങ്ങൾ പറയുന്നത് കേട്ട് നീ നിന്റെ കുഞ്ഞിനെ അവിശ്വസിക്കരുത് കേട്ടോ. എനിക്കാരെയും വിശ്വാസക്കുറവൊന്നുമില്ല ഗീത. ഒരു പെണ്ണ് അവനെക്കുറിച്ച് ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കുമ്പോ കേൾക്കുന്നവരൊക്കെ കുറച്ചു കാലത്തേക്കെങ്കിലും ആ പെൺകുട്ടിയെ വിശ്വാസത്തിലെടുക്കില്ലേ? കേൾക്കുന്നവർ വിശ്വസിച്ചോട്ടെ, പക്ഷെ സത്യം അതല്ലെന്ന് നമുക്കറിയാലോ. ഇനിയിപ്പോ ഈ ഒരു ഇഷ്യൂ ഏത് എക്സ്റ്റെന്റ് വരെ വളർന്നാലും സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാനുള്ള സംവിധാനമുള്ള നാട്ടിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ കുഴലും കൊടുച്ചക്രവും വെച്ച് തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ പെങ്കൊച്ച് നട്ടാ കുരുക്കാത്ത നുണയാ പറയുന്നതെന്ന് അതിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോ എല്ലാവർക്കും മനസ്സിലാവും. എന്തായാലും അങ്ങനെ ഒരു വൃത്തികെട്ട പരിപാടിക്ക് നിന്റെ മോൻ നിൽക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതെ, ജോബിനെ അറിയാവുന്നവരാരും ഇത് വിശ്വസിക്കില്ല. എന്നാലും അതല്ലല്ലോ, തീയില്ലാതെ പുകയുണ്ടാവില്ലെന്ന് ആൾക്കാർ പറഞ്ഞു നടക്കില്ലേ? ആൾക്കാർ പറയുന്നത് അവിടെ നിൽക്കട്ടെ. അവന്റെ ഭാര്യയായിരുന്ന മാളു എന്ത് കരുതും? കുറച്ചു കാലത്തേക്കെങ്കിലും ജോബിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്താനല്ലേ മാളുവും ശ്രമിക്കുള്ളൂ. അവളുടെ കാര്യമൊന്നും നീ കൂടുതൽ ഇങ്ങോട്ട് പറയണ്ട. അതിപ്പോ പറഞ്ഞാലേ നമ്മൾ തമ്മിൽ ശരിയാകുകയല്ല. എന്റെ മോനെ ഇനി ആരും വിശ്വാസത്തിലെടുക്കില്ല ഗീത. സ്വന്തം നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിച്ചാലും അവനെ സംശയത്തിന്റെ കണ്ണോടുകൂടിയേ എല്ലാവരും നോക്കുകയുള്ളൂ. മാളൂനെ അവളുടെ വീട്ടുകാരെയും അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനൊരവസ്ഥ നമുക്ക് വന്നാലും നമ്മളും അങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കൂ. ഗീത, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? അവനും മാളുവും ഇനി ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാവില്ലല്ലേ?
അല്ല മുരളി, മുരളിയൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ തൻ്റെ അഭിപ്രായം? ഞാൻ എന്തു പറയാനാ വി പി? അങ്ങനെ ഒരു തീരുമാനം വി പി എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ആലോചിച്ചിട്ടായിരിക്കുമല്ലോ. എന്നാലും ഉടനെ ഒരു ഷിഫ്റ്റിംഗ് അതിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ തനിക്കറിയാലോ, ആ വീടും ഞങ്ങളുമായിട്ടുള്ള പേഴ്സണൽ സെന്റിമെന്റ്സ് വിട്ടുപോകാൻ ഒട്ടും മനസ്സുണ്ടായിട്ടൊന്നല്ല മുരളി. പക്ഷേ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇങ്ങനെ നിലനിൽക്കാൻ അതാ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. വി പി പറഞ്ഞതുപോലെ ആ വീടുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് എത്രമാത്രം ഉണ്ടെന്ന് എനിക്കും അശ്വതിക്കും ഒക്കെ നന്നായിട്ടറിയാം. നമ്മൾ ഒരുമിച്ചാണ് പ്രോപ്പർട്ടി വാങ്ങിയതും അവിടെ വീട് വെച്ചതും ഒക്കെ. ശരിക്കു പറഞ്ഞാൽ വി പിയുടെ ഒരു ഡ്രീം ഹോം തന്നെയായിരുന്നു അത്. അതൊക്കെ ഉപേക്ഷിച്ചു പോവാണെന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം നിങ്ങളെ മുറിവേൽപ്പിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, നന്നായിട്ട് ആലോചിച്ചു മതിയെന്ന്. ആർക്കും വിലപിടിച്ചതൊന്നും നഷ്ടമാറുന്നു തന്നെയാ ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ നമ്മുടെ മക്കൾ, നമ്മൾ ഭയപ്പെടുന്നൊരു ചുറ്റുപാട് ജീവിക്കാൻ ഇടവരരുത്. എനിക്ക് അത്രയേ ഉള്ളൂ വി പി. അതിനുവേണ്ടി നമ്മൾ മുൻകരുതലെടുക്കണം എന്നേ ഞാൻ പറയുന്നുള്ളൂ. മുരളി, ഈ ജനറേഷനിലെ കുട്ടികൾക്കൊപ്പം നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. നമ്മൾ എത്രയൊക്കെ മുൻകരുതലെടുത്താലും അവരെങ്ങനെ ആഗ്രഹിച്ചോ അങ്ങനെ തന്നെ അവർ ജീവിക്കും മുരളി. അതിൽ മറ്റാരുടെയും സെന്റിമെന്റ്സിനോ താല്പര്യത്തിനോ അവർ നിന്നു കൊടുക്കില്ല. അവർക്ക് അവരോടല്ലാതെ മറ്റാരോടും ഒരു രീതിയിലുള്ള കമ്മിറ്റ്മെന്റ്സും ഇല്ല. പിന്നെ അപ്പുവിൻ്റെയും മാളുവിൻ്റെയും കാര്യം, ഇപ്പോഴും അപ്പു എന്നോടും തന്നോടും പറഞ്ഞ വാക്ക് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. വി പി, എനിക്കും അതാ ഇഷ്ടം. പക്ഷെ കൺമുന്നിൽ കാണുന്ന ചില സംഭവങ്ങൾ, അനുഭവങ്ങൾ, അതൊക്കെ നമ്മളെങ്ങനെ ഇഗ്നോർ ചെയ്യും? ശരിയാണ്, മുരളിയുടെ പേടിയും സംശയമൊക്കെ തികച്ചും ജെന്യുവനാണ്. ഇനി ഒരു പക്ഷേ നമ്മുടെ കുട്ടികൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാവാനും ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ചതിയിൽ അകപ്പെട്ടു പോയാൽ ഒരുപക്ഷെ എനിക്കും ഗീതയ്ക്ക് അത് മാനേജ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായേക്കും. പക്ഷെ നിങ്ങളുടെ കാര്യം അങ്ങനെയല്ലല്ലോ. എൻ്റെ കുഞ്ഞു കാരണം നിങ്ങളുടെ കുടുംബത്തിലൊരു ദുരന്തം ഉണ്ടാവരുത്. മുരളിക്ക് അശ്വതിക്കും മറ്റാരുടെയും മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ടി വരരുത്. നാട്ടുകാരുടെ കാര്യം അവിടെ നിൽക്കട്ടെ വി പി. കുട്ടികൾ അങ്ങനെ ഒരു തീരുമാനമെടുത്താ പിന്നെ എൻ്റെ അശ്വതിനും കാര്യമൊന്ന് ആലോചിച്ച് നോക്ക്. മാളുവിൻ്റെ ആദ്യത്തെ കല്യാണം നടത്തിയത് തന്നെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒക്കെ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടാ. അതും ഫെയിലിയർ ആയാൽ പിന്നെ അവൾ ഇങ്ങനെ ഒരു ലൈഫ് തിരഞ്ഞെടുത്താൽ ഞങ്ങൾ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? മുഖത്തോട് മുഖം നോക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോവില്ലേ വി പി? എനിക്ക് മനസ്സിലാവുന്നുണ്ട് മുരളി. അതുകൊണ്ടാ ഞാനായിട്ട് അതിനൊരു അവസരം ഉണ്ടാവാതിരിക്കാൻ ഒരു എളിയ ശ്രമം നടത്തുന്നത്. ചിലപ്പോൾ പരസ്പരം കുറെ നാൾ കാണാതിരുന്നാൽ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരുന്നാൽ ഒരുപക്ഷെ അവരുടെ ഈ സൗഹൃദം അങ്ങ് ഫെയ്ഡായി പോയിക്കോളും. ഇതൊക്കെ എൻ്റെ ഒരു തോന്നലാകട്ടോ. എന്നാലും ഞാനായിട്ട് ചെയ്യാനുള്ളത് ഞാൻ തന്നെ ചെയ്യണമല്ലോ. എന്നത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനാ വി പി ഉദ്ദേശിക്കുന്നത്? അങ്ങനെ പ്ലാനിംഗ് ഒന്നും വ്യക്തമായിട്ടില്ല. ഗീതയോട് ഞാൻ ഈ കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്തു. വിഷമിച്ചിട്ടാണെങ്കിലും ഇതല്ലാതെ വേറൊരു ഓപ്ഷനും ഇല്ലല്ലോ എന്നാണ് ഗീതയും പറയുന്നത്. എന്തായാലും കുറച്ച് ദൂരെ സൗകര്യം പോലെ സ്ഥലം ഒത്തുവന്നാ അതും കൂടിയൊക്കെ നോക്കിയിട്ടേ ഷിഫ്റ്റ് ചെയ്യുന്നുള്ളൂ. അതിനു മുമ്പേ ഞാൻ ഇക്കാര്യം മുരളിയോടൊന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ. ശരി, എന്നാ പിന്നെ ഞാൻ പോട്ടെ മുരളി. പിന്നെ താൻ മാളുവിനോടൊന്നും ഇപ്പം ഈ കാര്യം പറയാൻ നിൽക്കണ്ട. ഇല്ല, ഞാൻ പറയില്ല. ശരി മുരളി.